ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ICD ചാപ്റ്റർ 5 ആണ്, എഫ് കോഡുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി വരുന്നത് ഒരു സബ്സ്റ്റൻസിൻ്റെ യൂസ്, അബ്യൂസ്, ഡിപ്പെൻഡൻസ് എന്നുള്ള കണ്ടീഷനുകളാണ്. അപ്പോൾ ഇത് നമ്മൾ കോമൺലി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, യൂസ് എന്ന് പറയുന്നത് ചെറിയ കണ്ടീഷനാണ്, അബ്യൂസ് അതിലും വലുതാണ്, ഡിപ്പെൻഡൻസ് അതിലും വലുതാണ്. ഈ ഒരു പ്രയോറിറ്റി അറിഞ്ഞാൽ തന്നെ അത്യാവശ്യം എല്ലാ ഗൈഡ് ലൈനും നിങ്ങൾക്ക് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റും. യൂസ് ചെറുതാണ്, അബ്യൂസ് അതിലും വലുതാണ്, ഡിപ്പെൻഡൻസ് അതിലും വലുതാണ്. ഇനി ഒരു സബ്സ്റ്റൻസിൻ്റെ തന്നെ 2 സ്റ്റേജുകൾ പറഞ്ഞാൽ അതിൻ്റെ സിവിയർ മാത്രമേ കോഡിയാവുള്ളൂ. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ ആണെങ്കിൽ രണ്ടും കോഡ് ചെയ്യണം. സിവിയർ 1 ഫസ്റ്റും ലെസ് സിവിയർ 1 സെക്കൻഡും ആയിട്ടാണ് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിൻ്റെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ആ ഒരു പ്രയോറിറ്റി പഠിച്ചു. യൂസും അബ്യൂസും, അതിലേതാ വലുത്? അബ്യൂസ് അല്ലേ? അബ്യൂസ്, ഡിപ്പെൻഡൻസ്, അതിലേതാ വലുത്? ഡിപ്പെൻഡൻസ് അല്ലേ? ഇനി യൂസ്, അബ്യൂസ്, ഡിപ്പെൻഡൻസ് മൂന്നും പറഞ്ഞാലും അതിലേതാ വലുത്? ഡിപ്പെൻഡൻസ് അല്ലേ? അപ്പോൾ യൂസ് ചെറുത്, അബ്യൂസ് വലുത്, ഡിപ്പെൻഡൻസ് അതിലും വലുത് എന്നൊരു പ്രയോറിറ്റി അറിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ 2 കണ്ടീഷൻ പറഞ്ഞാൽ അതിൽ വലുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം. യൂസ് അബ്യൂസ് ചോദിച്ചാൽ ഏതാ വലുതെന്നറിയാം, അബ്യൂസ് ഡിപ്പെൻഡൻസ് ചോദിച്ചാൽ ഏതാ വലുതെന്നറിയാം. ഈസിലി കോഡ് ചെയ്തൂടെ? ഈ ഒരു ടിപ്പായിട്ടങ്ങ് പഠിച്ചു വെച്ചാൽ പോരെ. ഇതേ കാര്യമാണ് ഇവിടെ പോയിൻ്റായിട്ട് 4 പോയിന്റ് പറയണത്. നിങ്ങൾ ഇങ്ങനെ ഓരോ പോയിന്റും കാണാതെ പഠിക്കുന്നതിൽ നിന്നും ഇതിലും വലുത് ഇതാണ് എന്ന് പഠിച്ചു വെച്ചാൽ ഈസിലിയാണ്. ആദ്യത്തെ പോയിന്റിൽ ബോത്ത് യൂസ് ആൻഡ് അബ്യൂസ്, കോഡുള്ളി അബ്യൂസ് അല്ലേ? അപ്പോൾ നമുക്ക് സിവിയർ ആണ് എന്നറിയാമെങ്കിൽ അബ്യൂസ് കോഡ് ചെയ്താൽ പോരെ. അതുപോലെയാണ് ആ 4 പോയിന്റുകളും ഫോക്കസ് ചെയ്യുന്നത്. സെയിം സബ്സ്റ്റൻസ് കോഡുള്ളി ഇത് സിവിയർ 1 എന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ 4 പോയിന്റ് സെപ്പറേറ്റ്ലി കാണാണ്ട് പഠിക്കേണ്ട ആവശ്യം വരില്ല. നെക്സ്റ്റ്, ബ്ലഡ് ആൽക്കഹോൾ ലെവൽ. ഇവിടെ തന്നെ പറയുന്നുണ്ട് കോഡ് കാറ്റഗറി YNT ആണ് ബ്ലഡ് ആൽക്കഹോൾ ലെവലിന് യൂസ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഒരു 4th ലൈനിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കണ്ടീഷൻ ക്ലാസിഫൈഡ് ആസ് കാറ്റഗറി F10 ആൽക്കഹോൾ. ഇപ്പോൾ ആൽക്കഹോളിൻ്റെ കണ്ടീഷൻ്റെ കൂടെ ആയിരിക്കാം ബ്ലഡ് ആൽക്കഹോൾ ലെവൽ ചെക്ക് ചെയ്യാൻ വന്നു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ എന്ന് പറയുന്ന Y90 കോഡ് F10ൻ്റെ കൂടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിലാരാ പ്രയോറിറ്റി നമ്മൾ നോക്കണം. F10 ആണോ Y90 ആണോ പ്രയോറിറ്റി നമുക്ക് നോക്കണം. അതിന് നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ട്. യൂസ് അഡീഷണൽ കോഡ് ഫസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ എത്തിയോളജി മാനിഫെസ്റ്റേഷൻ നോക്കിയാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ നമ്മൾ Y90 എന്ന് പറയുന്ന കോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡിൻ്റെ അണ്ടറിൽ തന്നെ കോഡ് ഫസ്റ്റ് F10 കാറ്റഗറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ F10 ആണ് കോഡ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. Y90 സെക്കൻഡറി ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ F10 കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ Y90 കോഡുകൾ കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ Y90 എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ബ്ലഡിൻ്റെ ആൽക്കഹോൾ ലെവൽ അവർ മെൻഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു 45 ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ 3rd കോഡ് കാണാം. Y90.2ൽ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ 40 to 50 ഇടയ്ക്കാണെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 40 to 50 ഇടയ്ക്കല്ലേ 45 വരുന്നത്. അപ്പോൾ Y90 കാറ്റഗറി കൊടുക്കുമ്പോൾ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ ക്വസ്റ്റ്യനിൽ എത്ര ആണോ പറയുന്നത് അത് ബേസ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ F10 പ്രൈമറി ആയിട്ടും Y90 കാറ്റഗറികൾ സെക്കൻഡറി ആയിട്ടും യൂസ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഈ പറയുന്ന ഒരു കോഡ് ഫസ്റ്റിൻ്റെ റൂള് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഒരു ഗൈഡ് ലൈനാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യൻ്റെ കോഡ് കാറ്റഗറികൾ F01, F02 ആൻഡ് F03ലാണ് വരുന്നത്. ഇനി ഡിമെൻഷ്യയെ നമ്മളിങ്ങനെ സിവിയാരിറ്റി നോക്കി തന്നെയാണ്. അതായത് 3 സ്റ്റേജുകളാണുള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൽഡ് ചെറുതാണ്, മോഡറേറ്റ് അതിലും വലുതാണ്, സിവിയർ അതിലും വലുതാണെന്ന് പഠിച്ച് തന്നെ വെക്കുക. കാരണം ഈ ഒരു പ്രയോറിറ്റി നോക്കിയാണ് വലുത് ഏതാണ് അല്ലെങ്കിൽ വലുത് മാത്രം കോഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നൊരു ഗൈഡ് ലൈൻ, ഒരു സ്റ്റേജാണ് അത് പ്രോഗ്രസ് ആയി മറ്റൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഇവോൾവ് ആയി. ഓക്കെ, ഇവോൾവ് അല്ലെങ്കിൽ പ്രോഗ്രസ് ആയി മറ്റൊരു സ്റ്റേജിലേക്ക് മാറി. കോഡ് ഉള്ളി ഇത് സിവിയർ സ്റ്റേജ് ആണ്. ഓക്കെ, ഒരു സ്റ്റേജ് മറ്റൊരു സ്റ്റേജിലേക്ക് മാറിയാൽ കോഡ് ഉള്ളി ഇത് സിവിയർ ആണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ മൈൽഡും മോഡറേറ്റും തന്നാൽ അതിൽ മോഡറേറ്റ് ആണ് വലുതെന്ന് അറിഞ്ഞാലേ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മൈൽഡ് ചെറുത്, മോഡറേറ്റ് അതിലും വലുത്, സിവിയർ അതിലും വലുതാണെന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞത്. ഇത് കോമൺലി ഞാൻ ഇതിന് മുമ്പും ചാപ്റ്റർ 12 പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പ്രഷർ അൾസറിൽ മാത്രമാണ് ഒരു സ്റ്റേജ് ഇവോൾവ് ഇൻറ്റു മറ്റൊരു സ്റ്റേജിലേക്ക് ആകുമ്പോൾ 2 കോഡുകൾ കൊടുക്കേണ്ടത്. ഇതൊഴികെ ബാക്കി ഏതൊരു ICD ചാപ്റ്ററിലും ഒരു സ്റ്റേജ് ഇവോൾവ് ഇൻറ്റു അനദർ സ്റ്റേജ് ആണെങ്കിൽ കോഡ് ഉള്ളി ഇത് സിവിയർ 1 ആണ്. എപ്പോഴും അത് കോമൺലി തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കുമ്പോൾ യൂസ്, അബ്യൂസ്, ഡിപ്പെൻഡൻസിൽ ആര് വലുത് ആര് ചെറുത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. യൂസ്, അബ്യൂസ്, ഡിപ്പെൻഡൻസ് ആ ഒരു ഓർഡർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ ഡിമെൻഷ്യ വരുമ്പോഴും മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അതിൻ്റെ ആ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കോഡുള്ളി സിവിയർ എന്ന് പറയുമ്പോൾ ഇതിൽ ആരാണ് 2 പേരെ തന്നാൽ സിവിയർ ആരാണെന്ന് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്